അടുത്തായിട്ട് നമുക്കൊരു കൺവെൻഷൻ നോക്കാം. ലെറ്റ് ലാംഡ ബി ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് വി. ദ റെസ്ട്രിക്ഷൻ മാപ്പ് ടി റെസ്ട്രിക്റ്റഡ് ടു ജി ഓഫ് ലാംഡ ഈസ് റിഗാർഡഡ് ആസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ജി ഓഫ് ലാംഡ. ലാംഡ എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ടി ആണ് ഓൺ വി. ഇനി റെസ്ട്രിക്ഷൻ മാപ്പ് ടി റെസ്ട്രിക്റ്റഡ് ടു ജി ഓഫ് ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ഓൺ ജി ഓഫ് ലാംഡ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കോൺസിക്വൻ്റ്ലി ഇഫ് ലാംഡ ഹാസ് ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി മ്യൂ, ലാംഡയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി മ്യൂ ആണെങ്കിൽ then with respect to any basis of g of lambda t restricted to g of lambda belongs to f raised to mu cross mu. ലാംഡയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി മ്യൂ ആണെങ്കിൽ ഏതൊരു ബേസിസ് ഓഫ് ജി ഓഫ് ലാംഡ എടുത്താലും ടി റെസ്ട്രിക്റ്റഡ് ടു ജി ഓഫ് ലാംഡ എന്ന് പറയുന്ന അതിൻ്റെ മെട്രിക്സ് മ്യൂ ക്രോസ് മ്യൂ സൈസ് ഉള്ളതായിരിക്കും. ലാംഡയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചിരിക്കും. അടുത്ത തിയറം 5.29 ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. Let lambda 1, etc. lambda k be the distinct eigenvalues of a linear operator t on a vector space V of dimension n over f. If the characteristic polynomial of t splits over f, then V is equal to g of lambda 1 direction etc. direction g of lambda k and mu of lambda 1 plus etc. plus mu of lambda k equal to n. ഓക്കെ, വെൽ നമ്മൾ ഇത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി സ്പ്ലിറ്റ്സ് ഓവർ ഓഫ്. അത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. വി പ്രൂവ് ദ തിയറം ബൈ ഇൻഡക്ഷൻ ഓൺ കെ ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഐഗൻ. അപ്പോൾ ഈ ഐഗൻ വാല്യൂസിൻ്റെ എണ്ണം അതിലാണ് നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കെ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 1 മാത്രമേ ഉള്ള ഐഗൻ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി കൈ ടി ഓഫ് ടി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. വിയുടെ ഡയമെൻഷൻ എൻ ആണല്ലോ, അപ്പം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും എൻ ഫാക്ടേഴ്സ് അതിന് കിട്ടണം. അപ്പം ഈ പറഞ്ഞ ലാംഡ 1 മാത്രമാണ് ഐഗൻ വാല്യൂ എങ്കിൽ അതിന് ടി മൈനസ് ലാംഡ 1 റേസ് ടു എൻ എന്ന് വരാനേ പറ്റൂ. കാരണം ആ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരാനേ വഴിയുള്ളൂ. അപ്പം അത് തന്നെയാണ് നമ്മുടെ മ്യൂ ഓഫ് ലാംഡ 1, അതിൻ്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എൻ ആയിരിക്കും. ബട്ട് ജി ഓഫ് ലാംഡ 1 എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ഐഗൻ സ്പേസ് കറസ്പോണ്ടിങ് ടു ലാംഡ 1 ആണ്. അത് സബ്സെറ്റ് ഓഫ് വി ആണല്ലോ എപ്പോഴും. ഇനി ഡയമെൻഷൻ ജി ഓഫ് ലാംഡ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെത്രയാണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്, മ്യൂ എൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡയമെൻഷൻ ബിയും എൻ ആണ്. അപ്പോൾ ഡയമെൻഷൻ ജി ലാംഡ എൻ ആണ്. അത് തന്നെയാണ് സ്പേസിൻ്റെ ഡയമെൻഷൻ. ജി ലാംഡ 1 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായേ പറ്റുള്ളൂ, വി ആയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരേ ഒരു ഐഗൻ വാല്യൂ ഉള്ളപ്പോൾ വിനെ ജി ലാംഡയുടെ ടേംസിൽ എഴുതി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ കെ ഈക്വൽ ടു എമ്മിന് ദ തിയറം ഈസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി ഓഫ് ഡയമെൻഷൻ എൻ. ടി എന്ന് പറയുന്നത് വിയിലുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതിൻ്റെ ഡയമെൻഷൻ എൻ ആണ് വിയുടെ. അതിൻ്റെ ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ലാംഡ 1, etc. ലാംഡ എം ഉണ്ട്, ലാംഡയും ഉണ്ട്. വിത്ത് ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റീസ് കൊടുത്തിട്ടുണ്ട്. മ്യൂ 1, etc. മ്യൂ റെസ്പെക്റ്റീവ്ലി. ലെറ്റ് എൽ ബി ദ അസെൻറ്റ് ഓഫ് ലാംഡ. ലാംഡയുടെ അസെൻറ്റിനെ നമ്മൾ എൽ എന്ന് വിളിക്കുന്നു. ബൈ തിയറം 5.27 അനുസരിച്ച് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ജി ഓഫ് ലാംഡ ഡയറക്ഷൻ എച്ച് ഓഫ് ലാംഡ വേർ എച്ച് ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു ആർ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു എൽ സബ്സ്പേസസ് ഓഫ് ക്യാപിറ്റൽ വി. 5.27 തിയറം അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ വിനെ ജി ഓഫ് ലാംഡ ഡയറക്ഷൻ എച്ച് ഓഫ് ലാംഡ എന്ന് എഴുതാം. വേർ എച്ച് ഓഫ് ലാംഡ എന്താ, റേഞ്ച് ഓഫ് ടി മൈനസ് ലാംഡ ഇത് ഹോൾ റേസ് ടു എൽ ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഇനി കൺസിഡർ ദ റെസ്ട്രിക്ഷൻ ലീനിയർ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് റെസ്ട്രിക്റ്റൻ വിനെ 2 സ്പേസുകളുടെ ഡയറക്ഷനുമായിട്ട് എഴുതി. അപ്പോൾ അതിലേക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ടീനെ കൺസിഡർ ചെയ്യുക. ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡയും ടി എച്ച് എന്ന് പറയുന്നത് ടി റെസ്ട്രിക്റ്റഡ് ടു എച്ച് ഓഫ് ലാംഡയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം കേസ് ഈക്വൽ എം വരെയുള്ളതിൻ്റെ റിസൾട്ട് ട്രൂ ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Again by theorem 5.27 the characteristic polynomial t എന്ന് പറയുന്നത് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് characteristic polynomial ജി ലാംഡ ആൻഡ് എച്ച് ലാംഡ ആണ്. നമ്മൾ നേരത്തെ 27 പഠിച്ചതാണ്. അപ്പോൾ ലാംഡ ഈസ് നോട്ട് ആൻ ഐഗൻ വാല്യൂ. ഇനി ലാംഡ എന്ന് പറയുന്നത് ഇവിടെ ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡയുടെ ഐഗൻ വാല്യൂ ആണ്. മറ്റേ ലാംഡ 1, ലാംഡ എന്ന് പറയുന്നത് എച്ച് ഓഫ് ലാംഡയുടെ, തിരിച്ചു വരുത്തുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആവത്തില്ല. ഓക്കെ, ജി ലാംഡയിൽ അത് മാത്രമാണ് അതിൻ്റെ ജി ഓഫ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാംഡ ഐഗൻ വെക്ടർ അല്ലെ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ആയിട്ടുള്ള ഇതിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അവിടെ വേറെ ഐഗൻ വാല്യൂ വരത്തില്ല. അപ്പോൾ ലാംഡ മാത്രമാണ് ജി ലാംഡ ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡയുടെ ഐഗൻ വാല്യൂ. ബാക്കിയുള്ളതെല്ലാം അപ്പം എച്ച് ലാംഡയുടെ ഉള്ളതുമാണ്, തിരിച്ചിങ്ങോട്ടും വരില്ല. ഹെൻസ് ടി. ഇനി പിന്നെന്താണ്, ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് എച്ച് ഓഫ് ലാംഡേനെ നമുക്ക് എങ്ങനെ എഴുതാം?
ഈ എച്ച് ഓഫ് ലാംഡ എന്ന് പറയുന്ന സ്പേസിൽ നമുക്ക് ലാംഡ കോമസിലെ ലാംഡ അത്ര എണ്ണമാണല്ലോ ഉള്ളത്. അതിന് റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ജി ടി എച്ച് ലാംഡ ഡയറക്സം ജി ടി എച്ച് ലാംഡ എം എന്ന് എഴുതാം. വേർ ജി ടി എച്ച് ലാംഡ ജെ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഐഗൻ സ്പേസ് ഓഫ് ടി എച്ച് കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ ജെ. സിൻസ് ടി എച്ച് ഈസ് എ റെസ്ട്രിക്ഷൻ ഓഫ് ടി ആയതുകൊണ്ട് ഫോർ ഈച്ച് ജെ ബിലോങ്സ് ടു 1, എക്സ്ട്രാ എം വി ഹാവ് ജി ടി എച്ച് ഓഫ് ലാംഡ ജെനെ നമുക്ക് എങ്ങനെ എഴുതാം? നൾ സ്പേസ് ഓഫ് ടി എച്ച് മൈനസ് ലാംഡ ജെ ഐ ദ ഹോൾ റൈസ് ടു മ്യൂ ജെ സബ്സെറ്റ് ഓഫ് ടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സബ്സെറ്റ് ആവും. നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ ജെ ഐ ദ ഹോൾ റൈസ് ടു മ്യൂ ജെ എന്ന് എഴുതാം. ഈക്വൽ ടു അത് ജി ടി ഓഫ് ലാംഡ ജെ ആണ്. ജി ടി ഓഫ് ലാംഡ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് ലാംഡ ജെ തന്നെയാണ്. ഓക്കെ, അപ്പം ജി ടി എച്ച് ലാംഡ ജെ സബ്സെറ്റ് ഓഫ് ജി ഓഫ് ലാംഡ ജെ നമുക്ക് കിട്ടി. ഫർദർ ഈ ഡയമെൻഷൻ ഓഫ് ജി ടി എച്ച് ഓഫ് ലാംഡ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂ ജെ ആണെന്ന് നമുക്കറിയാം. മ്യൂ ജെ തന്നെയാണ് ഡയമെൻഷൻ ഓഫ് ജി ഓഫ് ലാംഡ ജെ വരുന്നത്. ലാംഡ ജെയുടെ ഓൾജിബ്രൈ മൾട്ടിപ്ലിസിറ്റി ആണ് എന്താ പറയുക, ജി ടി എച്ചിനകത്തിലും ലാംഡ ജെയുടെ മൾട്ടിപ്ലിസിറ്റി മ്യൂ ജെ ആണ്. പിന്നെ ജി ഓഫ് ലാംഡ ജെ കൺസിഡർ ചെയ്താലും അത് മ്യൂ ജെ ആണ്. അപ്പോൾ രണ്ട് സെയിം ആയി. അപ്പോൾ ജി ടി എച്ച് ഓഫ് ലാംഡ ജെ സബ്സെറ്റ് ഓഫ് ജി ഓഫ് ലാംഡ ജെ ആണ്, അത് മ്യൂ ജെ ആണ് നമുക്ക് കിട്ടിയായിരുന്നു. രണ്ട് ഈ സെയിം ഡയമെൻഷനും സബ്സെറ്റും വരുമ്പോൾ രണ്ട് സ്പേസും ഈക്വലായി. അങ്ങനെയാണ് ജി ടി എച്ച് ലാംഡ ജെ ഈക്വൽ ടു ജി ഓഫ് ലാംഡ ജെ എന്ന് കിട്ടുന്നത്. കോൺസിക്വൻ്റ്ലി എച്ച് ഓഫ് ലാംഡനെ എങ്ങനെ എഴുതാം? ജി ഓഫ് ലാംഡ 1 ഡയറക്ഷൻ എക്സെട്രാ ഡയറക്ഷൻ ജി ഓഫ് ലാംഡ എം എന്ന് നമുക്ക് എഴുതാം. ദെയർഫോർ വി ഈസ് ഈക്വൽ ടു ജി ഓഫ് ലാംഡ ഡയറക്ഷൻ എച്ച് ഓഫ് ലാംഡ. ഓക്കെ, therefore capital B is equal to G of lambda direction H of lambda. Capital B is equal to G of lambda direction H of lambda ഇപ്പോൾ കിട്ടിയിട്ട് കൊടുക്കാം. This completes the induction proof of V is equal to അത്. ഇപ്പം നമുക്ക് ഓൾറെഡി ജി ലാംഡ ഡയറക്ഷൻ എച്ച് ലാംഡ ഉണ്ടായിരുന്നു. എച്ച് ലാംഡയുടെ പുതിയ എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ.